42 43. അപ്പൊ 70 എഴുത്. 7 ഇവിടെ 7 എഴുത്. 73 എഴുത്. 73. മതിയില്ലേ ഇന്ദ്രു? നമുക്കിനി നാളെ പഠിച്ചാ പോരെ? നാളെ സ്കൂളില്ലല്ല. എന്നാ പിന്നെ നാളെ കുറച്ച് ലേറ്റ് ആയിട്ട് വിളിക്കണേ അമ്മ. രണ്ടാളെയും നാളെ ലേറ്റ് ആയിട്ടേ വിളിക്കൂലു. അമ്മയും നാളെ 8 മണിക്ക് എണീക്കുള്ളൂ. നമുക്ക് കൊറേ നേരം കിടന്നുറങ്ങാം. 9 മണിക്ക് വിളിച്ചാൽ മതി. ബാ കിടക്ക്. അല്ല, ഇവിടെ നിന്നായിരിക്കും തിന്നേം കുടിക്കൊന്നും വേണ്ടേ? സമയം 7 മണിയായി. ഇത്ര നേരമായിട്ട് ഉറങ്ങി എണീറ്റ് ഇങ്ങോട്ട് വരാൻ നേരായ. എന്ത് കഷ്ടമാണിത്. ഏത് വീട്ടിലുണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണത്? ഓ, ഭയങ്കരം തന്നെപ്പാ. ഉറങ്ങിയാലും മതിയാവൂല. എന്നെ പോലത്തെ ആൾക്കാരായതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങണത്. അല്ലെങ്കിൽ ഇന്ന് ഇത് മതിയല്ലോ ഇവിടെ അംഗത്തിന്, അല്ലേ? എൻ്റെ അമ്മായിയമ്മയുള്ള കാലത്തെ 5 മണിക്ക് എണീറ്റിട്ടില്ലെങ്കിലുണ്ടല്ല തീർന്ന്. പിന്നെ അതോടുകൂടി അവിടെ അംഗമായി അന്നത്തെ ദിവസം. പിന്നെ ഒരാഴ്ചക്ക് പ്രശ്നം തന്നെയാണ്, അറിയാമോ? ഒക്കെ ഉറക്കൊന്ന് കാണണം. എന്ത് പറ്റിയമ്മേ? സമയം എത്ര എന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ഇത്ര നേരമായിട്ട് നിനക്ക് ഉറങ്ങിണിക്കാൻ കഴിഞ്ഞില്ല. 7 മണി കഴിഞ്ഞ് കിടന്നങ്ങോട്ട് ഉറങ്ങാണ്. അമ്മേ, അതിനിന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തോണ്ട് കുറച്ചു നേരം കിടന്നുറങ്ങിയതല്ലേ. എല്ലാ ദിവസവും നേരത്തെ എണീക്കുന്നതല്ലേ. മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ കുറച്ചു നേരം കൂടുതൽ കിടന്നുറങ്ങിയത്. ഓ, സ്കൂളില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? എന്തിനിപ്പ ഇങ്ങോട്ട് എനിക്ക് വന്നത്? ഓ എൻ്റെ ദൈവമേ, ഇവിടെ നിന്ന് ആയിരിക്കും ഒന്നും തിന്നാൻ കുടിക്കൊന്നും വേണ്ട സ്കൂളില്ലെന്നും പറഞ്ഞുകൊണ്ട്. സ്കൂളുള്ളപ്പോ നേരത്തെ 4 മണിക്ക് എനിക്ക് വരലാണല്ല. ഒന്നും പറയണ്ട. ആ പിള്ളേർക്ക് നേരത്തെ വല്ലതാക്കി കൊടുക്കലല്ലേ. അതിലേക്ക് സമാധാനത്തിന് എന്തെങ്കിലും കഴിച്ചൂടെ? എന്താ ഇത്? ഉറക്കം മതിയാകൂല. ഉറക്കം ഓ കഷ്ടം തന്നെപ്പാ. സ്കൂളിൽ നിന്നും പറഞ്ഞ് 10 മണി വരെ കിടന്ന് ഉറങ്ങാണ്ട് വേഗം ഏതെങ്കിലും ആക്കടി. ആ പാത്രം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിക്കോ. മനുഷ്യന് വിശന്നിട്ട് പാടില്ല. ഓ ഭയങ്കര ഉറക്കം തന്നെപ്പാ. എൻ്റെ ദൈവമേ, കുറച്ചു നേരം ഒന്ന് കൂടുതൽ ഉറങ്ങാന്ന് വിചാരിച്ചാൽ എന്തെല്ലാം കേൾക്കണം. കല്യാണം കഴിഞ്ഞു വിട്ടാൽ പിന്നെ നമ്മളെ മരുമക്കളെ ഉത്തരവാദിത്തം മുഴുവൻ അമ്മായിയമ്മമാരെ തലയിലാണ്. നമ്മളെപ്പോൾ ഉറങ്ങണം, എപ്പോൾ കുടിക്കണം, എപ്പോൾ തിന്നണം, എപ്പോൾ കിടക്കണം എല്ലാം തീരുമാനിക്കുന്നത് അമ്മായിയമ്മമാർ. കല്യാണം കഴിച്ചു വിടുമ്പോൾ തന്നെ നമ്മളെ കഴുത്തിൽ ഒരു ചരട് കിട്ടും. അതിൻ്റെ അറ്റം പിടിപ്പിക്കുന്നതോ അമ്മായിയമ്മമാരെ കയ്യിൽ. പിന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഈ പശുവിനെ മൂക്ക് കയറിട്ട് നടത്തിക്കുന്ന പോലെ അവരെല്ലാം തീരുമാനിക്കും. അതിനൊത്ത് നമ്മൾ നടന്നോളുക. വിധി അല്ലാണ്ട് എന്തു പറയാ. ഓ എൻ്റെ ദൈവമേ. എന്താണ് ആക്കണത്? ഗോതമ്പൊടിയുണ്ട്. ഗോതമ്പൊടീനെ കൊണ്ട് പുട്ടൊന്നും ആക്കണ്ട. വല്ല പൂരിയ വല്ലതും ആക്കും. മനുഷ്യന് തൊണ്ടെന്ന് ഇറങ്ങൂല. ഈ അമ്മായിയമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ മനസ്സ് കാണുമ്പോൾ അവർ മാനത്ത് കാണും. എന്നിട്ട് അത് വന്നിട്ട് നമ്മളോട് പറയും. എന്നിട്ടോ അവർ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന പോലെ ആക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ പൂരി മുട്ട റോസ്റ്റും തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ഇപ്പം അത് അമ്മ പറഞ്ഞിട്ട് ആക്കിയ പോലെ ആയില്ലേ. അമ്മന്റെ മോനെ എണീച്ചാ? ചായക്കടി പൂരി മുട്ട റോസ്റ്റും. ഭയങ്കര ഇഷ്ടമാണ്. എന്നാ മോൻ പോയിട്ട് പല്ലിയേക്കേട്ടാ. ചേച്ചി എണീച്ചിട്ടില്ല? ചേച്ചി ഇപ്പഴും എണീക്കൂല, കൊറേ കഴിഞ്ഞിട്ട് എണീക്കാന്ന് പറഞ്ഞ. ഇപ്പൊ അവിടെ കിടക്കുന്നു. എന്നാ ഉറങ്ങിക്കോട്ടെ ഏട്ടാ. മോൻ പോയിട്ട് പല്ലിയേക്ക്. കുക്കറിൽ വെക്കാം മുട്ട റോസ്റ്റ്. അതാവുമ്പോ പെട്ടെന്ന് തന്നെ ആവുമല്ല. ചോറും അവിടെ കിടന്ന് കിടക്കട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അമ്മേ, ഇന്ന ചായ കുടിക്ക്. വിശപ്പൊക്കെ പോയി, വയറ്റില് ഗ്യാസ് കയറി. അപ്പൊ കൊച്ചിനെ വിളിച്ചെടുപ്പിക്കായിരുന്നില്ലേ? അതിനൊക്കെ എടുത്ത് ഉറക്കണം. നിന്നെ പോലെ വഷളാക്കാനായിട്ട്. പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ ചെല്ലേണ്ടതാണ്. നാളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതാണ്.
അപ്പൊ നിന്നെ പറയണ ഒരാൾക്കാരെ അത് പറയും, അതിനൊക്കെ ചീത്ത പറയും. അതിനൊക്കെ എടുത്ത് ഇറക്കി വഷളാക്കണത്. പോയി അതിനെ വിളിച്ച് എണിപ്പിക്കും. ചെല്ലി മോളെ എണീക്ക്. എന്തായി? പെങ്കൊച്ചിനെ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചിട്ടില്ല. എന്തായി? അതിനെ കടുത്ത് ഇങ്ങനെ മോശമാക്കണ നിന്നെ പോലെ? അമ്മേ, എന്റെ മോളെങ്കിലും അതിന്റെ ഇഷ്ടത്തിന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോട്ട്. അമ്മയല്ലേ പറഞ്ഞത് കല്യാണം കഴിച്ച് അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണാന്ന്. വേറൊരു വീട്ടിൽ പോയാലും ചിലപ്പോ എന്റെ മോളെ അവസ്ഥയും എന്നെ പോലെ തന്നെ ആയിരിക്കൂലേ? അവിടെയും ഉണ്ടാവൂലേ അമ്മേ? എന്റെ മോളെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ ഇതുപോലെയുള്ള അമ്മായി അമ്മമാര് എന്റെ മോളെ എപ്പോ ഉണരണം, എപ്പോ ഉറങ്ങണം, എപ്പോ കഴിക്കണം എല്ലാം തീരുമാനിക്കുന്നത് ചിലപ്പോ ഇതുപോലെയുള്ള അമ്മായി അമ്മമാരായിരിക്കും. അതുകൊണ്ട് അവളെ സ്വന്തം വീട്ടിലെങ്കിലും അവളെ ഇഷ്ടത്തിന് അവള് ജീവിച്ചോട്ട്. നാളെ അവൾക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ കിട്ടാത്ത സ്വാതന്ത്ര്യമല്ലേ അവളെ സ്വന്തം വീട്ടിൽ അനുഭവിച്ചോട്ടെ. അതുകൊണ്ട് എന്റെ മോളെ കാര്യത്തില് അമ്മ ഇടപെടാൻ നിൽക്കണ്ട. അവക്കറിയാം അവക്ക് എപ്പോ ഉറങ്ങണം, എപ്പോ എണീക്കണം എന്നല്ലോ. ഞാനൊന്നിനും വരുന്നില്ലേ. എങ്ങനെയെങ്കിലും ആക്ക് നന്നാക്കേ, വളർത്തേ, എന്തെങ്കിലും ചെയ്. ഭർത്താവിന്റെ വീട്ടിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എത്ര നേരത്തെ എണീറ്റാലും അതൊന്നും ആരും കാണില്ല. പക്ഷെ ഒരു ദിവസം എങ്ങാനും വൈകി എണീറ്റാലോ വല്ലപ്പോഴും ഭക്ഷണം റെഡിയാക്കാൻ വൈകിപ്പോയാലോ അതിനെ കുറ്റപ്പെടുത്താനും അതിന്റെ പേരിൽ വഴക്ക് പറയാനും തുനിഞ്ഞിറങ്ങുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരെ പോലെയുള്ളവർ ഒന്നോർത്താൽ നല്ലത്, നിങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ വന്നത്. നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ സമാധാനത്തിൽ ഒരു ശല്യവുമില്ലാതെ ഒരു ദിവസമെങ്കിലും ഒന്ന് കിടന്നുറങ്ങണമെന്ന്? അതോ പണ്ട് നിങ്ങൾ അനുഭവിക്കാത്ത സുഖം മരുമക്കൾക്കും കിട്ടരുതെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നോർക്കുക, മറ്റുള്ളവരെ ഭരിക്കാൻ ആരും ആർക്കും ഒരധികാരവും കൊടുത്തിട്ടില്ല.